രാവിലെ തുടങ്ങിയതാ ഈ കൂട്ടിന് മേലെ ഒരു ഗുസ്തി. ഇരുട്ടാണെന്ന് വെച്ചാലും മനുഷ്യന് കണ്ണും കാണുന്നില്ല. ഈ കർട്ടനൊക്കെ ഒന്ന് നേരാക്കി സൈഡോട്ടിട്ട് വെക്കാം. രാവിലെ ആയിട്ട് രണ്ടുപേരും പോത്തുപോലെ കിടന്നുറങ്ങാണോ? വാ എല്ലാവരും എണീക്ക്, നമുക്ക് വൃത്തിയാക്കാം. വാ ജിസൂനി, കിടന്നിടത്ത് തന്നെ ഇരിപ്പാണോ? വാ എണീക്ക്, നമുക്ക് വൃത്തിയാക്കാം. ആ ഞാൻ വരുന്നു, കിടന്ന് കാറാതടി, ഞാൻ ഇവിടെ പണിയെടുക്കുമല്ലേ. ഓ പൊടിയൊന്നുമില്ലല്ലോ അല്ലേ. എന്തിനാണ് റോസ് നീ രാവിലെ പണിയെടുക്കാന്ന് പറഞ്ഞാൽ എണീപ്പിച്ചത്? ഇന്ന് ഒടുക്കത്തെ തണുപ്പ്, മനുഷ്യനെ കുറച്ചേരം ഉറങ്ങാനും സമ്മതിക്കില്ല. ഇവിടെ പുതച്ച് മുടിക്കടക്കാം. അല്ല മോളെ, രാവിലെ റൂമൊക്കെ വൃത്തിയാക്കെന്ന് പറഞ്ഞാണല്ലോ, ഇപ്പൊ നിന്റെ ഡ്രസ്സ് മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ. ആ റൂം വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മൾ ഡ്രസ്സ് വൃത്തിയാക്കുന്നതിനും താല്പര്യം കാട്ടണം. ആ നീ വലിയ വീരവാദം നടക്കാണ്ട് മൂലക്കിരിക്കുന്ന ആ പൊടിത്തട്ടി എടുത്ത് എല്ലായിടത്തും തട്ട്. ആ ഞാൻ തട്ടാം. ആദ്യം ഇതൊന്നും ഞാനൊന്ന് ഓണാക്കട്ടെ. ഓണാക്കി. ഉണ്ണി, ഇതല്ലായിരുന്നു നമ്മൾ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ചത്? എടി അത് പഞ്ഞിമുട്ടായി അടി. ആ ശരിയാ. ഓ ഇവിടെ എന്തോരം വണ്ണാച്ചം കളിയാ, ഇവർക്ക് കൂട് കെട്ടാൻ വേറെ ഒരു സ്ഥലം കിട്ടിയില്ലേ. ഇനി ക്യാമറ വൃത്തിയാക്കിയില്ല എന്നുള്ള പരാതി വേണ്ട. റോസിയുടെ അവസ്ഥ കാണാൻ എനിക്ക് സിൻഡ്രല്ല ഓർമ്മ വരുന്നു. സിൻഡ്രല്ലയോ? ആ സിൻഡ്രല്ല തന്നെ. ആ അതെന്തായാലും കൊള്ളാം, എനിക്ക് ഈ സ്ഥിതി തന്നെ വരണം. ഉണ്ണി, നമ്മൾ രണ്ടുപേരും റോസിയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. ഞാനിങ്ങനെ പണി ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്ന രണ്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, ഒന്നിനും കൊള്ളാത്തവർ. റോസി ഇന്ന് വല്ലാത്ത ക്ലീനിങ്ങിലാണ്. എന്ത് പറ്റിയാവോ? നമുക്ക് അവിടെ പരം കൂടാം. ഞാൻ ഈ നിലമൊക്കെ ഒന്ന് വൃത്തിയാക്കാം. മുടിക്കെട്ട്, ഇതാരതായിരിക്കും ഈ മുടിക്കെട്ട്? ചെന്നിയുടേതായിരിക്കും. ഇത് ഇവിടെ നിന്നുള്ള മാറ്റാം, എന്നിട്ട് ഇവിടെ തൂക്കിയിടാം. ഇനി ഞാനൊന്നും ചെയ്തില്ല, ആരും പറയണ്ട. എടി ജെന്നി എവിടെ? ഇനി അടുക്കളയിൽ ആരില്ലല്ലോ, നന്നായി. ഇനി ഞാൻ രാവിലത്തേക്ക് ഉണ്ടാക്കാൻ വെച്ച സാധനം ഇവിടെ ഉണ്ടാവോ? ഉണ്ട്. അയ്യോ തട്ടിപ്പോയി, സാരല്ല. ഇനി നമുക്ക് ഈ സാധനം സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഈ കോട്ടിൻ്റെ കയ്യൊക്കെ ഒരു മൂലയ്ക്ക് നീക്കി വെക്കാം. ഇനി നമുക്കിങ്ങ് തുടങ്ങാം. അപ്പം എല്ലാവർക്കും ജെന്നിയുടെ കുക്കിംഗ് ഷോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ആ ബട്ടർ എടുത്തിട്ട് നമ്മൾ പാനിൻ്റെ മുകളിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഈ ബട്ടർ കുറച്ച് നേരത്തേക്ക് പാനിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പാൻ ഇങ്ങനെ തുടച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് കുറച്ച് പാൻ കേക്കിൻ്റെ മാവ് ഒഴിക്കുകയാണ്. ആ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മളൊരു ചട്ടകം എടുത്തിട്ട് അതിനെ മറിച്ചിടാൻ പോവാണ്. ആദ്യം എങ്ങനെ മറിച്ചിടണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇവിടുന്ന് തുടങ്ങണമെന്നറിയില്ല. അയ്യോ വെന്തിട്ടില്ലെന്ന്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് വെന്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഞാൻ ഈ അടുക്കളയിലോട്ട് കയറത്തില്ല. ഓ ഈ പാൻ കേക്ക് എന്താ അടയിരിക്കുകയാണോ? ഓ എന്നെ കൊണ്ടാവത്തില്ല ഈ കുന്തവും പിടിച്ച് കുറേ നേരത്തേക്ക് നിൽക്കാം. ഞാനിത് മറിച്ചിടുക. ഓ മൈ ഗാഡ്, അങ്ങനെ എൻ്റെ പ്രതീക്ഷ മൊത്തം കളഞ്ഞു. അങ്ങനെ എൻ്റെ പാൻ കേക്കും കൂടെ കുക്കിംഗ് ഷോയും പൊട്ടി. ഞാനിനി അവരോട് എന്ത് പറയാം? ഓ ഇതിലൂടെ പറ്റി പിടിച്ചിരിക്കുകയാണല്ലോ. ഓക്കെ ഓക്കെ. ഓ ഏകദേശം ഇതൊന്ന് തട്ടി മുട്ടി റെഡിയാക്കി. ഓ ഈ പാൻ മൊത്തം വൃത്തികേടായി. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. ഓ കുറേ നേരത്തേക്ക് തന്നെ വട്ടം കറക്കി വൃത്തി കെട്ടാതെ. എൻ്റെ അമ്മച്ചി, ഇതിവിടെ കിടന്ന് ചൂടാവുന്നത് ആരാ അറിയുന്നത്? എന്തായാലും ഇത് സിമ്മിലോട്ടാക്കി വെക്കാം. ഓ എന്താ ചൂട്! ഇവിടെ നേടുന്നതിൻ്റെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുക.